إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ അവസാനം വരെ, മരണം വരെ മുത്തഖീങ്ങളായി തീരണം, തഖ്വ നിലനിർത്തണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, ഒരു മാസക്കാലത്തെ നോമ്പിന് ശേഷം മനുഷ്യ ജീവിതത്തിൽ സത്യവിശ്വാസികൾ ആർജിച്ചെടുത്ത തഖ്വയും അതേപോലെ സൂക്ഷ്മതയുമൊക്കെ പരമാവധി നമ്മൾ അടുത്ത റമദാൻ വരെയെങ്കിലും സൂക്ഷിക്കണം എന്ന ഒരു സന്ദേശം പെരുന്നാൾ ഖുത്ബകളിലൂടെ നിങ്ങൾ ശ്രവിച്ചിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്, ഒരാളുടെ നോമ്പ് അല്ലാഹ് സ്വീകരിച്ചു എന്നതിൻ്റെ തെളിവായി നോമ്പിന് ശേഷം അയാളുടെ ജീവിതത്തിൽ റമദാനിൽ തുടർത്തിയ ആ ചലനങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അയാളുടെ നോമ്പ് സ്വീകരിച്ചു എന്ന് കണക്കാക്കാമെന്ന്. അതല്ല, ശവ്വാലിൻ്റെ മാസപ്പിറവി കണ്ടതോടുകൂടി ആ നോമ്പിൽ നമ്മൾ തുടർത്തിയ അല്ലെങ്കിൽ നമ്മൾ ആർജിച്ചെടുത്ത നമ്മുടെ തഖ്വയുടെ അംശങ്ങളൊക്കെ ശവ്വാൽ ഒന്നോടുകൂടിയാണ് പോയി എങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് മനസ്സിലാക്കണം, അയാളിൽ നോമ്പ് ഒരു സ്വാധീനവും ചെലുത്തിയിട്ടില്ല. അയാളുടെ നോമ്പ് കൃത്യമായ രീതിയിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സഹോദരന്മാരെ, വളരെ ഗൗരവമുള്ളൊരു വാക്കാണത്. നമ്മളൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു മാസക്കാലം നമ്മുടെ ടൈം ടേബിളൊക്കെ തെറ്റിച്ചുകൊണ്ട് ഭക്ഷണത്തിൻ്റെ, ഉറക്കത്തിൻ്റെ എല്ലാം നമ്മൾ തെറ്റിച്ചു ഒരു മാസം.
എന്നിട്ട് പ്രയാസത്തിന്മേൽ പ്രയാസം സഹിച്ച് ഈ ചൂട് കാലത്ത് നല്ല ദാഹവും വിശപ്പുമൊക്കെ ഉണ്ടായിട്ടും നമുക്ക് അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിച്ചു. നമ്മുടെ വയറിനെ മാത്രമല്ല നമ്മൾ പട്ടിണിക്കിട്ടത്, നമ്മുടെ കണ്ണിന് നോമ്പായിരുന്നു, കാതിന് നോമ്പായിരുന്നു, നമ്മുടെ നാവിന് നോമ്പായിരുന്നു, നമ്മുടെ മനസ്സിന് വരെ നോമ്പായിരുന്നു. ഇങ്ങനെ വളർത്തിയെടുത്ത ഒരു സംവിധാനത്തെ, ഒരു തഖ്വയെ, ഒരു ജീവിതക്രമത്തെ പരമാവധി നമ്മൾ അടുത്ത റമളാൻ വരെയെങ്കിലും കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയാൽ നമുക്കതുകൊണ്ടുള്ള നേട്ടമുണ്ട്. അതാണ് അള്ളാഹു ഈ നോമ്പ് കൊണ്ട് ഉദ്ദേശിച്ചത്. വിശുദ്ധ ഖുർആനിലെ റമളാനിൽ ഒരുപാട് ക്ലാസ്സുകളിലൂടെ നിങ്ങൾ കേട്ട ഒരു വചനമാണല്ലോ, എന്തിനാ നോമ്പ് നിർബന്ധമാക്കിയത്? ലഅല്ലക്കും തത്തഖൂൻ, സൂറത്ത് അൽ ബഖറയിലെ വചനം. എന്തിനാ നോമ്പ്? നോമ്പ് എന്തിനാ? പാവങ്ങളുടെ പട്ടിണി മനസ്സിലാക്കാനാണോ? അല്ല. ഷുഗറും പ്രഷറും കുറക്കാനാണോ? അല്ല. ആരോഗ്യം നന്നാക്കാനാണോ? അല്ല. ചില ഹദീസുകളൊക്കെ ചില ആളുകൾ പറയാറുണ്ട്, തസൂമു തസിഹു, നിങ്ങൾ നോമ്പെടുക്കുക ആരോഗ്യമുണ്ടാവും എന്നൊക്കെ ചില പത്രമാധ്യമങ്ങളിലൊക്കെ കാണാം. അതൊരു കള്ള ഹദീസാണ്. അങ്ങനെ ഒരു ഹദീസില്ല. നോമ്പെടുത്താൽ ഒരുപക്ഷെ ആരോഗ്യം ഉണ്ടായേക്കാം, അത് അതിൻ്റെ മറ്റൊരു വശം. പക്ഷെ നോമ്പ് ആരോഗ്യം ഉണ്ടാകാനുള്ളതല്ലല്ലോ. നോമ്പ് എന്തിനാ? അത് അള്ളാഹ് പറഞ്ഞു, ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ ഉണ്ടാവാൻ വേണ്ടിയാണ്. അപ്പം നമുക്കൊക്കെ തഖ്വ നിലനിർത്താനും തഖ്വ ഉണ്ടാകാനുമാണ് നോമ്പ് നിർബന്ധമാക്കിയത്. അതിനാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചത്. ഞാൻ നേരത്തെ ഓതി വെച്ച ഒരു വചനം, സൂറത്ത് ഹശറിലെ 18-ാമത്തെ വചനം. ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷെ 3 അത്ഭുതങ്ങളുണ്ട് അതിൽ, ആ ആയത്തിൽ. ഞാനിവിടെ ആദ്യം ഓതി വെച്ച ആ വചനത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും ചില ആളുകളെ, ഇല്ലെങ്കിൽ മനസ്സിലാക്കുക. 2-3 അത്ഭുതങ്ങളുണ്ട് അതിൽ. എന്താണത്? വിശുദ്ധ ഖുർആനിലെ അൽ ഹശർ 18 വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, യാ അയ്യുഹല്ലദീന ആമനു, യേ സത്യവിശ്വാസികളെ, ഈമാനുള്ളവരെ, മുഅ്മിനീങ്ങളെയാണ്. വിശുദ്ധ ഖുർആനിലുണ്ട് യാ അയ്യുഹന്നാസ് എന്നൊക്കെ ഉണ്ട്, മനുഷ്യരെ എന്നൊക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ. ആരാണ് ഈ കാറ്റഗറിയിൽ പെടുക? ഈമാനുള്ള മുഅ്മിനീങ്ങൾ. ആ മുഅ്മിനീങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് എന്താ അല്ലാഹ് പറഞ്ഞത്? ഇത്തഖുല്ലാ. കണ്ടോ? ഇത്തഖുല്ലാ, അല്ലാഹനെ സൂക്ഷിക്കണേ. ആരോടാ പറയണത്? മുഅ്മിനീങ്ങളോട്. എന്താ എന്ന് മനസ്സിലാക്കേണ്ടത്? മുഅ്മിനീങ്ങളിൽ പോലും അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടുന്ന വിഷയത്തിൽ ചില അബദ്ധങ്ങളും അപാകതകളും വരാനുണ്ട്. അതുകൊണ്ടാണ് നോമ്പ് മുത്തഖീങ്ങൾക്ക് തഖ്വ ഉണ്ടാകാൻ എന്ന് പറഞ്ഞത്. അപ്പോൾ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ. വൽ തൻളുറു നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി എന്ത് ഒരുക്കി വെച്ചത്, എന്താണ് നിങ്ങൾ തയ്യാറാക്കി വെച്ചത് എന്നും നിങ്ങളൊന്ന് സൂക്ഷിക്കണേ, നോക്കണേ. വത്തഖുല്ലാ, കണ്ടോ? വത്തഖുല്ലാ, വിശുദ്ധ ഖുർആനിലെ ഒരായത്തിൽ 2 പ്രാവശ്യം സൂക്ഷിക്കണേ എന്ന് പറഞ്ഞ വചനാണത്. ഒരായത്തിൽ 2 പ്രാവശ്യം തഖ്വ ഉണ്ടാകണം, സൂക്ഷിക്കണം എന്ന് പറഞ്ഞ വചനം. ആരോട്? മുഅ്മിനീങ്ങളോട്. വത്തഖുല്ലാ, സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, തീർച്ചയായും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ്. അപ്പോൾ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്കുണ്ടാവേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി തഖ്വയാകുന്നു. എന്താ തഖ്വ? അല്ലാഹനെ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെ. അല്ലാഹനെ സൂക്ഷിക്കേണ്ട പോലെയൊക്കെ സൂക്ഷിക്കുക. എവിടെയാണെങ്കിലും അല്ലാഹനെ സൂക്ഷിക്കുക. വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും യാത്രയിലാണെങ്കിലും ഒറ്റക്കാകുമ്പോഴും കൂട്ടത്തിലാകുമ്പോഴും ഒക്കെ അല്ലാഹനെ സൂക്ഷിക്കുക. അതുകൊണ്ടാണല്ലോ നമ്മുടെ വെള്ളിയാഴ്ച ഖുതുബയിലെ ഒരു നിർബന്ധ റുക്കിനായി എടുത്തത് എന്താ? തഖ്വ കൊണ്ടുള്ള വസിയത്താണ്. പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്, അതിൻ്റെ ഷർത്തും ഫർളും രേഖപ്പെടുത്തിയപ്പോൾ ഈ ഖുതുബയുടെ ഒരു റുക്കിന് എന്താണ്? തഖ്വ കൊണ്ട് വസിയത്ത് എന്ന. തഖ്വ കൊണ്ട് വസിയത്ത് പറഞ്ഞ സൂക്ഷ്മത ഉണ്ടാക്കുക.
അപ്പം അതിനായിരുന്നു സഹോദരന്മാരെ നോമ്പ് നമ്മളിലേക്ക് വന്നതും നമ്മളതിൽ സൂക്ഷ്മത പാലിച്ചതുമൊക്കെ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരായത്തിൽ തഖ്വ കൊണ്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ആ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ രംഗത്തുണ്ടോ അവിടെയൊക്കെ നമ്മൾ സൂക്ഷിക്കണം. അല്ലാഹുവിന് കുടുംബജീവിതത്തിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ കുടുംബങ്ങളോടുള്ള പെരുമാറ്റത്തിൽ, സഹജീവികളോടുള്ള പെരുമാറ്റത്തിൽ, എല്ലാ രംഗത്തും, നമ്മുടെ ജോലികളിലൊക്കെ നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അപ്പം അങ്ങനെ ഒരു തഖ്വ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലേ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഈ കഴിഞ്ഞ റമദാനിൽ എന്തെങ്കിലും ഒരു തഖ്വ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? സഹോദരന്മാരെ, കഴിഞ്ഞ ശവ്വാൽ അവസാനിച്ചത് മുതൽ, അല്ലെങ്കിൽ ശവ്വാലല്ല, കഴിഞ്ഞ ശഅബാൻ അവസാനിച്ചത് മുതൽ ഈ ശവ്വാൽ 1 വരെ അതിൻ്റെ മുമ്പുണ്ടായിരുന്ന ഏതെങ്കിലും ദുശ്ശീലം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടോ? നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ ചെവി കൊണ്ട് എന്തെങ്കിലും ദുശ്ശീലങ്ങൾ ഉണ്ടായിരുന്ന് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടോ? ആലോചിക്കേണ്ടതാണ്. തഖ്വ അങ്ങനെ പരിശോധിക്കാം. കഴിഞ്ഞ ശഅബാനിൻ വരെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു നല്ല കാര്യം, ഒരു സുന്നത്തായ കർമ്മം നമ്മൾ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തഖ്വ നമ്മൾ സ്വാധീനിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ ഉദാഹരണങ്ങൾ പറയാം. ജീവിതത്തിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ഒരു ദിവസം ഒരു സത്യവിശ്വാസി രാവിലെ മുതലാണ് ചെല്ലൽ തുടങ്ങിയാൽ വൈകുന്നേരം വരെ ചെല്ലിയാലും തീരാത്ത അത്ര പ്രാർത്ഥനകളുണ്ട്. ഇമാം നവവി എന്ന് പറയുന്ന ഷാഫി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതൻ അൽ അദ്കാർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. അൽ അദ്കാർ എന്ന് ദിക്റുകൾ എന്നാണ്. അതിങ്ങനെ വായിച്ച് തീരുമ്പോഴേക്കും വൈകുന്നേരമാവും. അത്രമാത്രം ദുആകളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ റമദാനോട് കൂടി നമ്മൾ ഏതെങ്കിലും ദുആ നമ്മൾ ദായിമാക്കി എന്ന് പറഞ്ഞാൽ രാവിലെ കുറേ ദുആകളുണ്ട്. അദ്കാർ സബാഹ് ഒരു പക്ഷെ ചെല്ലുന്ന ആളുകളുണ്ടാവാം. അതേപോലെ അദ്കാർ മസാ ഉണ്ട്, വൈകുന്നേരം ചെല്ലേണ്ട കുറേ പ്രാർത്ഥനകളുണ്ട്. പിന്നെ നിത്യജീവിതത്തിലെ കുറേ പ്രാർത്ഥനകളുണ്ട്. ഉറങ്ങാൻ പോകുമ്പോഴുള്ള കുറേ പ്രാർത്ഥനകളുണ്ട്. ഇങ്ങനെ കുറേ ദിക്റുകൾ, പ്രാർത്ഥനകൾ നമ്മൾ കാണാതെ പഠിച്ചിട്ട് ഈ ശവ്വാൽ 1 മുതൽ നമ്മളത് തുടർന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്തതാണ് ഞാൻ പറഞ്ഞത്. ചെല്ലുന്നവരൊക്കെ അത് തുടർന്നു. പുതിയ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തഖ്വയുടെ ഒരംശം നമ്മളിൽ കയറി കൂടി എന്നാണ് മനസ്സിലാക്കേണ്ടത്. സുന്നത്ത് നിസ്കാരങ്ങൾ, സഹോദരന്മാരെ, ഫറള് നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നമസ്കാരം ഏതാണെന്നറിയോ? രാത്രി നമസ്കാരമാണ്, വിത്ർ നമസ്കാരമാണ്. റമദാനിൽ തറാവീഹ് എന്ന പേരിൽ നമ്മൾ നമസ്കരിച്ചു. എന്നാൽ റമദാൻ അല്ലാത്തപ്പോഴും ആ നിസ്കാരമുണ്ട്, അത് നമ്മൾ കഴിഞ്ഞിട്ടില്ല. അത് തഹജ്ജുദ് എന്ന പേരിലും വിത്ർ എന്ന പേരിലും ഖിയാമുൽ ലൈൽ എന്ന പേരിലും അത് നിലനിൽക്കുന്നു. അപ്പോൾ ഇനി മുതൽ മരണം വരെ, അടുത്ത റമദാൻ വരെയല്ല, മരണം വരെ രാത്രി നമസ്കാരം മിനിമം ഒരു 3 റക്അത്തെങ്കിലും. ഞാൻ പറഞ്ഞു മിനിമാണ്, അതിൽ ഒതുക്കണ്ട. കഴിയുന്ന ആളുകൾ ഒരു 3 റക്അത്ത് അതൊന്ന് തുടർത്തി നോക്കുക. നമ്മൾ അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരു അളവ് നൽകി. എന്താണെന്നറിയോ? ഒരാൾക്ക് ഇതിൻ്റെ ഏറ്റവും അഫ്ളലായ സമയം സുബ്ഹിൻ്റെ മുമ്പാണ്. ഒരാൾക്ക് സുബ്ഹി നമസ്കാരത്തിൻ്റെ മുമ്പ് എഴുന്നേറ്റ് ഇത് ചൊല്ലാൻ കഴിയൂല, ഭയം തോന്നുകയാണ് എന്ന് പറഞ്ഞാൽ ഉറക്കത്തിന് എണീക്കില്ല എന്ന് തോന്നുകയാണെങ്കിൽ അയാൾക്ക് ഇശാ കഴിഞ്ഞ ഉടനെ നിസ്കരിക്കാം. അങ്ങനെ ഒരു അളവ് നൽകിയിട്ടുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒക്കെ പല സമയത്തും ഇശാഇന് ശേഷമാണ് അത് ചെയ്തിരുന്നത്. അപ്പോൾ രാത്രി ഖിയാമുൽ ലൈൽ നമ്മൾ ജീവിതത്തിൽ ഒന്ന് തുടർത്തി നോക്കുക. മിനിമം ഒന്നെങ്കിലും, പക്ഷെ ഒന്ന് വേണ്ട, ഒരു 3 റക്അത്തെങ്കിലും, 3, 5, 7, പിന്നെ 9, 11 ഒക്കെ ആവാം. അത് നമ്മൾ തുടരണം. ഈ റമദാൻ മുതൽ, ഈ ശവ്വാൽ മുതൽ അടുത്ത റമദാൻ വരെയല്ല, മരണം വരെ. സഹോദരന്മാരെ, പിന്നീടുള്ള സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സുബ്ഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം. അത് വിടരുത് ജീവിതത്തിൽ. അള്ളാഹുവിൻ്റെ റസൂല് യാത്രയിൽ പോലും ഒഴിവാക്കാത്ത സുന്നത്ത് നിസ്കാരമാണത്. സലാത്ത ഫജ്രി, അതായത് ഈ സുബ്ഹി നമസ്കാരത്തിൻ്റെ മുമ്പുള്ള ആ 2 റക്അത്ത് നമസ്കാരം, റക്അത്തുൽ ഫജ്ർ ഖൈറും മിനദ് ദുനിയ
വമാ ഫിഹ. ഈ ദുനിയാവും അതിലുള്ളതിനേക്കാളൊക്കെ ശ്രേഷ്ഠമാണ് ആ 2 റക്അത്ത്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ 2 റക്അത്ത് നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഇനി വിടരുത്. അവിടെയും ഒരു ഓപ്ഷൻ തന്നു നമുക്ക് അല്ലാഹുവിൻ്റെ റസൂൽ. കണ്ട, ജീവിതത്തിൽ ചില ആരാധനകളിലൊക്കെ നമുക്ക് എത്ര ഓപ്ഷനുകളാണ് തന്നത്. എന്താ ഓപ്ഷൻ എന്നറിയോ? സാധാരണ ചെയ്യുന്ന സുബഹിൻ്റെ മുമ്പ് 2 റക്അത്ത് നമസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ദിവസം അത് കിട്ടിയില്ല. ഒന്നെങ്കിൽ ജമാഅത്ത് തുടങ്ങി, പള്ളിയിലെത്തിയപ്പോഴേക്കും ജമാഅത്ത് തുടങ്ങി, കൈ കെട്ടി, അല്ലെങ്കിൽ സമയം വൈകുകയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? ജമാഅത്ത് കഴിഞ്ഞ് സുബഹി കഴിഞ്ഞിട്ടും ആ 2 റക്അത്ത് നമസ്കരിക്കാം. അതൊരു സ്ഥിരം പതിവാക്കാൻ പാടില്ല, നഷ്ടപ്പെട്ട ആൾക്ക്. അങ്ങനെ ഓപ്ഷനുകൾ. അപ്പോൾ ഖിയാമുൽ ലൈൽ, രാത്രി നമസ്കാരം, സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം, എല്ലാ ഫർള് നമസ്കാരത്തിനു ശേഷം മുമ്പുമുള്ള 12 റക്അത്ത് റവാത്തിബ് നമസ്കാരത്തിൽ കഴിയുന്നത് എല്ലാം ചിലപ്പോൾ കഴിഞ്ഞാൽ ഖൈർ. കഴിയുന്നത് ളുഹാ നമസ്കാരം എന്ന് പറഞ്ഞ ഒരു നമസ്കാരമുണ്ട്. ഒക്കെ നമസ്കരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അതൊക്കെ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ തുടർത്തുക. കുറേ സുന്നത്തുകളാണ് അതൊക്കെ. ഒരു മിനിമം 2 റക്അത്തെങ്കിലും ളുഹറിൻ്റെ മുമ്പ് സുബഹിൻ്റെ ശേഷമായിക്കൊണ്ട് ഏകദേശം അത് ഒരു 11, 11:30, 12 മണിയൊക്കെ മുമ്പായിട്ട് നിസ്കരിക്കുക. നമ്മുടെ ശരീരത്തിലെ അസ്ഥികൾ, കുറേ അസ്ഥികളുണ്ട് എന്നാണ്, 200 ചില്ലാന അസ്ഥികളുണ്ട് എന്നാണ്. ആ അസ്ഥികളുടെ സദക്കയാണ് ഇത്ര ളുഹ നമസ്കാരം. ഹദീസിൽ വന്നതാണ്. അപ്പോൾ ഖിയാമുൽ ലൈൽ, സുബഹിൻ്റെ മുമ്പ് 2 റക്അത്ത്, റവാത്തിബ് നമസ്കാരം, ളുഹ നമസ്കാരം, ഇങ്ങനെ കുറേ നമസ്കാരങ്ങളുണ്ട്. ഇതൊക്കെ നമ്മളൊക്കെ ഒന്ന് തുടരുക, ഒന്ന് പതിവാക്കുക. എപ്പോഴെങ്കിലല്ല, പതിവാക്കി നമസ്കരിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കൂ. അടുത്ത റമദാൻ വരെയെങ്കിലും ചെയ്തു നോക്കൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കെന്നെ തോന്നും എന്തോ ഒരു വെളിച്ചം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതാണ് സഹോദരന്മാരെ തഖ്വ ഉണ്ടാകുന്നതിൻ്റെ, തഖ്വ നമ്മുടെ ജീവിതത്തിൽ കയറിയതിൻ്റെ ചില സാമ്പിളുകളാണത്. തീർന്നില്ല. വിശുദ്ധ ഖുർആൻ. എന്താ ഖുർആൻ നമ്മളായിട്ടുള്ള ബന്ധം? നമ്മളും ഖുർആനായിട്ടുള്ള ബന്ധം എന്താ? നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൻ്റെ ബന്ധം പോലുമില്ല. അരമണിക്കൂർ ഫോണ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥതയാണ്. ചെറിയ കുട്ടികളുടെ കാര്യം പിന്നെ പറയാതിരിക്കുക നല്ലത്. ന്യൂ ജനറേഷൻ്റെ ഞാൻ പറഞ്ഞത്, പ്രായമുള്ള ആളുകൾക്ക് പോലും ഈ ഫോൺ കണ്ടില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ അസ്വസ്ഥതയാണ്. അപ്പോൾ എന്ത് ചെയ്യും? കൈ എത്തുന്നിടത്ത് നമ്മൾ ഫോൺ വെക്കും, അല്ലേ? എന്നാൽ ഖുർആൻ അതിൻ്റെയും കുറച്ചുകൂടി അടുത്ത് വെക്കണം. നമ്മൾ വീട്ടിലെ ഇരിക്കുന്നിടത്തോ കിടക്കുന്നിടത്തോ നമ്മുടെ കൈ മൊബൈൽ ഫോൺ എവിടെയാണോ ഇരിക്കുന്നത് അതിൻ്റെ കുറച്ചുകൂടി അടുത്തേക്ക് കൈയ്യാണ് എത്തിയാൽ ഫോൺ കിട്ടുന്ന, ഖുർആൻ കിട്ടുന്നിടത്ത് വെക്കണം. അപ്പോൾ സഹോദരന്മാരെ, ഈ റമദാൻ മുതൽ തുടങ്ങണം. നമ്മൾ ഒരു ദിവസം മിനിമം 5 മിനിറ്റെങ്കിലും ഓതണം, ഖുർആൻ ഓതണം. ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അഹ്ലിഹി. റമദാൻ ധാരാളം ക്ലാസ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഖുർആൻ ഓതിക്കോളി. അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, പരലോകത്ത് നമുക്ക് ശുപാർശകനായി വരും. ആരുമില്ല, സഹായത്തിന് ആരുമില്ലാതെ, ഇണയും തുണയുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ വിശുദ്ധ ഖുർആൻ വരും നമ്മുടെ അടുത്ത്, നമുക്ക് ശുപാർശകനായി. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ തഖ്വ കിട്ടിയതിൻ്റെ ഭാഗമാണ് ഖുർആൻ ഓതിക്കോളിയും. രാവിലെ ഒരു 5 മിനിറ്റ്. ഞാൻ 5 മിനിറ്റ് എന്ന് പറയുന്നത് മിനിമാണ് കേട്ടോ. ഒരാൾക്ക് 10 മിനിറ്റ് ഓതാൻ കഴിഞ്ഞാൽ അത് ഖൈറ്. പക്ഷെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താണെന്നറിയാം? ഓതി തുടങ്ങാത്ത ആളുകളോടാണ് ഞാൻ പറഞ്ഞത്, തുടങ്ങിയവരോടല്ല. ഓതി തുടങ്ങാത്ത ആളുകളാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ഒരു ആവേശത്തിൽ 2-3 പേജ് ഓതണ്ട. ഓതിക്കഴിഞ്ഞാൽ അത് മടുക്കും, പിശാച് മടുപ്പിക്കും. അതുകൊണ്ട് കുറേശ്ശെ ഒരു 5 മിനിറ്റ് നിങ്ങൾ കൂട്ടിക്കോളി. അപ്പോൾ കണ്ടിന്യൂ ഇനി ഖുർആൻ ഓതുക മരണം വരെ. വിശുദ്ധ ഖുർആനായിട്ടുള്ള ബന്ധം അതാണ്. നമ്മളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കണം. അർത്ഥമറിഞ്ഞിട്ടില്ലെങ്കിലും കൂലി കിട്ടുന്ന ലോകത്തെ ഒരേ ഒരു ഗ്രന്ഥം. അലിഫ് ലാം മീം എന്ന് പറഞ്ഞത് ഒരു വാക്കല്ല. അലിഫ് വേറെ വാക്ക്, ലാം വേറെ വാക്ക്, മീം വേറെ. ഓരോന്നിനും 10 കൂലി, 30 കൂലി അലിഫ് ലാം ഓതിയാൽ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ മാസം റമദാനിന് മുമ്പ് ഇല്ലാത്ത എന്തൊക്കെ നല്ല സൽസ്വഭാവങ്ങൾ, സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ അതൊക്കെ നമ്മൾ തുടർത്തുക. അപ്പോൾ നമുക്ക് ആശ്വസിക്കാം, പടച്ചോനെ ഈ റമദാനോട് കൂടി അടുത്ത റമദാൻ നമ്മൾ ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. അടുത്ത റമദാനിൽ നമ്മൾ ഇത് ഇനി അടുത്ത റമദാൻ മുതൽ നന്നാവാം എന്ന് വിചാരിച്ചാൽ നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്ന് എണ്ണി പറയുകയാണെങ്കിൽ
ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക സഹോദരന്മാരെ. വേനൽക്കാലമാണല്ലോ, എന്താണ് ചൂട്, ശക്തമായ ചൂട്. പ്രത്യേകിച്ചും ഈ ഭാഗത്തൊക്കെ കുറച്ച് കുറവുണ്ട്. ഞങ്ങളുടെ ഭാഗത്തേക്കാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂടുള്ള 40 ഡിഗ്രി, 44 ഡിഗ്രി, 45 ഡിഗ്രി ഒക്കെ ആയി. ചൂട് എന്നുള്ളത് അള്ളാഹുവിൻ്റെ പ്രതിഭാസങ്ങളിൽ ഒന്നാണ്. ഈ ലോകത്ത് കുറച്ച് സമയം ചൂട് സഹിക്കാൻ നമുക്ക് കഴിയാതെ ഇരിക്കുന്ന നമ്മൾ, AC ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലായപ്പോൾ, പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായപ്പോൾ നമ്മൾ അവിടെയും ചിന്തിക്കണം സഹോദരന്മാരെ. 69 ഇരട്ടി ചൂടിൻ്റെ അള്ളാഹു പരലോകത്തേക്ക് മാറ്റി വെച്ചിക്കാണ്, നരകത്തിലേക്ക്. ആ 70-ലെ ഒരു അംശം മാത്രമാണ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഈ വെയിലിൻ്റെ ചൂടും ഈ അടുപ്പിലെ തീയും ഈ അഗ്നിയുടെ ചൂടും ഈ ഗ്യാസിൻ്റെ ചൂടൊക്കെ ആ 1% ബാക്കി 69 പരലോകത്താണ്. അങ്ങനൊരു ചൂട് നമുക്ക് അഭിമുഖീകരിക്കാനുണ്ട്. ഒരു നിസ്സാരമായ വെയിലിനെ അഭിമുഖീകരിക്കാൻ പ്രയാസപ്പെടുന്ന മനുഷ്യൻ ആ ചൂടിനെ അഭിമുഖീകരിക്കേണ്ടവരാകുന്നു. വിശുദ്ധ ഖുർആൻ നമ്മെ ഉത്ബോധപ്പെടുത്തുന്നു, ബോധ്യപ്പെടുത്തുന്നു. സൂറത്തു തഹരീം 6-ാമത്തെ വചനം എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തീയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തണം. നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, ഞാൻ മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പോരാ. എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എൻ്റെ കുടുംബം, എൻ്റെ മാതാപിതാക്കള്, എൻ്റെ സംരക്ഷണയിൽ കഴിയുന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അത് അല്ലാഹ് പറഞ്ഞത്. നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, അവരൊക്കെ രക്ഷപ്പെടുത്തണം. വഖൂദുഹന്നാസു വൽ ഹിജാറ. ആ നരകത്തിയിൽ കത്തിക്കപ്പെടുന്ന ഇന്ധനം അത് മനുഷ്യരും കല്ലുകളുമാകുന്നു. മനുഷ്യരും കല്ലുകളും കത്തിക്കപ്പെടുന്ന ഇന്ധനമാക്കുന്ന നരകത്തീയിൽ നിന്ന് നിങ്ങളും നിങ്ങളുടെ ശരീരത്തെ കാക്കണം, നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ശരീരത്തെ നിങ്ങൾ കാക്കണം. അലൈഹാ മലായികത്തുൻ ഗിലാൽ. ആ നരകത്തിൻ്റെ പാറാവുകാരായിട്ടുള്ള മലക്കുകളുണ്ട്. അവർ ഗിലാലുൻ ശിദാദ്, കഠിന ഹൃദയരും പരുഷ സ്വഭാവികളുമായ മലക്കുകളാണ്. നരകത്തിന് പാറാവുകാരെ മലക്കുകളാണ്. മലക്കുകളുടെ പ്രകൃതം നമുക്കറിയാമല്ലോ. എന്താണത്? അള്ളാഹ് ഒരിക്കലും അവർ ധിക്കരിക്കൂല. ഇതിന് പാറാവ് നിൽക്കണം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും. എന്താണോ കൽപ്പിച്ചത് അതനുസരിക്കും മലക്കുകൾ. അത് മനുഷ്യരാണ് ഏൽപ്പിച്ചെങ്കിലോ? അള്ളാഹു സുബ്ഹാനഹു വ തആല കുറേ ഡ്യൂട്ടി മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നരകത്തെ കാക്കണം, റൂഹിനെ പിടിക്കണം, അങ്ങനെ ഒരുപാട് നന്മതിന്മകളൊക്കെ റെക്കോർഡ് ചെയ്യണം. ഇങ്ങനെ കുറേ ഡ്യൂട്ടികൾ മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ കാരണം എന്നറിയാം? എന്താ മനുഷ്യരെ ഏൽപ്പിക്കാഞ്ഞ്? മനുഷ്യരെ എങ്ങാനും ഈ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ കൈകടത്തലുകളുണ്ടാവും. ഇപ്പം നരകത്തിൽ ആളുകൾ അട്ടഹാസവും വേദനയും അതേപോലെ തന്നെ രക്ഷപ്പെടുത്താനുള്ള ദീനരോധനങ്ങളൊക്കെ കുറേ ഉണ്ടാവുന്ന ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. മനുഷ്യരെയാണ് പാറാവുകാരായിക്കൊണ്ട് കുറേ ഇത് കേൾക്കുമ്പോൾ മനസ്സിനൊരു അലിവ് തോന്നും. എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്താൻ നോക്കും. നാം മലക്കുകളോട് പറഞ്ഞാലോ, മലക്കുകളോട് അള്ളാഹ് എന്ത് ഡ്യൂട്ടിയാണോ പറഞ്ഞത് ആ ഡ്യൂട്ടിയെ ചെയ്യുള്ളൂ. അപ്പം മലക്കുകളെ അള്ളാഹു നരകത്തെ കാവലേൽപ്പിച്ച എങ്ങനത്തെ മലക്കുകൾ? അവിടെയാണ് മലക്കുകളുടെ സ്വഭാവം അള്ളാഹ് കൃത്യമായി പറഞ്ഞത്. ഗിലാലുൻ ശിദാദ്, കഠിന ഹൃദയരാണ്, പരുഷരാണ്. ഒരാൾ കത്തി അമരുന്നത്, ദീനരോധനം, അട്ടഹാസം, വേദന എന്നും കാണുമ്പോൾ അവരെ മനസ്സലീലാണ് മലക്കുകളെ. അങ്ങനത്തെ മലക്കുകൾ പാറാവ് നിൽക്കുന്ന മനുഷ്യരും കല്ലുകളും കത്തിക്കപ്പെടുന്ന ആ തീയിൽ നിന്നും മനുഷ്യരെ നിങ്ങളും നിങ്ങളുടെ കുടുംബക്കാരും രക്ഷപ്പെടുത്തണം എന്നാണ് പറഞ്ഞത്. സഹോദരന്മാരെ, ഒരു വെയിലിൻ്റെ ചൂട് സഹിക്കാൻ വയ്യാത്ത നമുക്ക് നരകത്തീ ഒരു സെക്കൻഡ് പോലും നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർ നരകത്തിൽ കിടക്കും നമുക്ക് സഹിക്കാൻ കഴിയില്ല. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാറുള്ളത്? അങ്ങനെയല്ലേ? നമുക്ക് സഹിക്കാൻ കഴിയോ? നമ്മുടെ പ്രിയപ്പെട്ടവർ നരകത്തീ എന്ന് പോയിട്ട് ഒരു ചെറിയ തീ പൊള്ളലേറ്റാൽ നമുക്ക് സഹിക്കുമോ?
മലപ്പുറം ജില്ലയിൽ ഏകദേശം ഒരു 10-25 കൊല്ലം മുമ്പ് ഒരു ബസ് അപകടം ഉണ്ടായി. പൂക്കിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഒരു പക്ഷേ പ്രായം ചെന്ന ആളുകൾക്കൊക്കെ അറിയുണ്ടാവും. പൂക്കിപ്പറമ്പിലൊരു ബസ് നിന്ന് കത്തി, ഒരു തെങ്ങിൻ്റെ ഉയരത്തിൽ കത്തി. ആ തെങ്ങിൻ്റെ മുകൾ ഭാഗം പോലും കരിഞ്ഞു. ഒരു കാറ് വന്ന് ബസ്സിനിടിച്ച് ബസ്സിൻ്റെ ടാങ്ക് മറിഞ്ഞ്, കാറിൻ്റെ ടാങ്ക് മറിഞ്ഞ് കത്തിപ്പിടിച്ചു. ബസ്സിൻ്റെ ഡോറ് അടിഭാഗത്തായിക്കൊണ്ടാണ് മറിഞ്ഞത്. അതുകൊണ്ട് ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. 43 കുട്ടികളടക്കം 43 ആളുകൾ അതിൽ കത്തിയാൻ മറിഞ്ഞു. എന്തിനാ ഇപ്പോൾ പറഞ്ഞതെന്നറിയോ? ആ പൂക്കിപ്പറമ്പിൽ ബസ് അപകടം ഉണ്ടായപ്പോൾ പത്രങ്ങളിൽ 2 വാർത്തകൾ അതിൽ വന്നു. 2-3 ദിവസം കഴിഞ്ഞിട്ട് വളരെ ദയനീയമായ 2 വാർത്തകൾ. എന്താ വാർത്ത? ഒന്ന്, ഒരു സ്ത്രീ തൻ്റെ പാതി വന്ന ശരീരം കൊണ്ട് എങ്ങനെയൊക്കെയോ ബസ്സിൻ്റെ കമ്പിയുടെ ഉള്ളിലൂടെ പുറത്തു വരികയാണ്. ഒരു സ്ത്രീ വന്ന് നോക്കുമ്പോഴാണ് തൻ്റെ പ്രിയപ്പെട്ട മകളെ കാണാനില്ല. മകള് ബസ്സിലാണ്. വീണ്ടും ഈ കത്തുന്ന ശരീരവുമായി കൊണ്ട് ആ ഉമ്മ ബസ്സിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് കുട്ടിയെ തെരഞ്ഞിട്ട്. പിന്നെ ആ ഉമ്മ തിരിച്ചു വന്നിട്ടില്ല. ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ ഉമ്മ ശരീരത്തിൽ കത്തുന്നുണ്ട്, അതൊക്കെ സഹിച്ചുകൊണ്ട് ബസ്സിൻ്റെ ഉള്ളിലേക്ക് പോയി. പക്ഷെ ആ ഉമ്മയും കുട്ടിയും പുറത്തേക്ക് വന്നില്ല. പത്രത്തിലുണ്ടായിരുന്നതാണ്. വേറൊരു വാർത്ത, ഒരു പിതാവ് തൻ്റെ 3 വയസ്സായ കുട്ടി, പിതാവിൻ്റെ ശരീരം കത്തിക്കൊണ്ടിരിക്കുക, ബസ്സിൻ്റെ ഉള്ളിലാണ്. 3 വയസ്സായ തൻ്റെ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ബസ്സിൻ്റെ കമ്പിയുടെ ഉള്ളിലൂടെ അങ്ങനെ പുറത്തേക്ക് കൊടുക്കുകയാണ്. കുട്ടിയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ കുട്ടിയെ പുറത്തുള്ള ഒരാളിലേക്ക് ഇട്ടുകൊടുത്തതോടുകൂടി ആ പിതാവിൻ്റെ ആ കൈ ഒരു അസ്ഥിയായി മാറുകയും ശരീരം മുഴുവൻ വെന്ത് ആ ബസ്സിൽ തന്നെ വീണ് മരിക്കാനുണ്ട്. എന്തിനത് പറഞ്ഞെന്ന് വെച്ചാൽ, ഈ ലോകത്ത് മക്കൾ, നമ്മുടെ കുടുംബക്കാർക്കൊക്കെ ലേശം തീപ്പൊള്ളൽ ഏൽക്കുമ്പോൾ, അപകടം ഉണ്ടാവുമ്പോൾ നമ്മൾ നമ്മുടെ ജീവൻ കളഞ്ഞുകൊണ്ട് നമ്മൾ മരിച്ചാലും വേണ്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കും. എന്നാൽ സഹോദരന്മാരെ, ഇതിനേക്കാൾ വലിയ ഭീകരമായ ഒരു നരകത്തീ വരാണ്ട്, ഒരു അപകടം വരാനുണ്ട്. എന്താ പറഞ്ഞത്? എന്താ നരകത്തീ അല്ലെങ്കിൽ എന്താണ് അപകടം? നമുക്കറിയാമല്ലോ. വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലത്ത് പറഞ്ഞ ഒരു അപകടമുണ്ട്. ആ അപകടം എന്താണെന്നറിയാമോ? അത് വിശുദ്ധ ഖുർആനിൽ തന്നെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. സാമ്പിളിന് 1-2 പറയാം. സൂറത്തു അബസ വതവല്ല എന്ന സൂറത്തിൽ നമുക്ക് കാണാൻ കഴിയും. 33-ാമത്തെ വചനം, ഫഇദാ ജാഅതിസ്സാഖ, ആ ഭീകരമായ, ആ ഗുരുതരമായ ആ ശബ്ദം വന്നാൽ, ഒരു ബസ് കത്തുന്ന ശബ്ദമല്ല, ലക്ഷക്കണക്കിന് ബസ്സുകൾ കൂട്ടിയിടിച്ച് കത്തുന്ന അല്ലെങ്കിൽ കൂട്ടിയിടിച്ച് പൊട്ടിത്തെറിക്കുന്ന ആ ഒരു ശബ്ദം വന്നാൽ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ ബനീ, എന്നോ മരിച്ചുപോയ, ചെറുപ്പത്തിൽ ലാളിച്ചു തീരുന്നതിന് മുമ്പ് തൻ്റെ അരുമ പൈതൽ മരണപ്പെട്ടു പോയ ആ കുട്ടിയെ മാതാപിതാക്കൾ കാണുകയാണ് പരലോകത്ത് വെച്ച്. തൻ്റെ വാപ്പനെ കാണുകയാണ്, തൻ്റെ ഉമ്മനെ കാണുകയാണ്. ഉമ്മയും വാപ്പയും തൻ്റെ മക്കളെ കാണുകയാണ്, എളാപ്പയെ കാണുകയാണ്, ഭാര്യയെ കാണുകയാണ്, ഭർത്താവിനെ കാണുകയാണ്. അങ്ങനെ എന്താ കാണുമ്പോൾ സംഭവിക്കുന്നത്? യൗമ യഫിറുൽ മർഉ, അള്ളാൻ്റെ ഖുർആനാ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീ. ഇത് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ തൻ്റെ സഹോദരനിൽ നിന്ന്, തൻ്റെ മാതാവിൽ നിന്ന്, തൻ്റെ പിതാവിൽ നിന്ന്, തൻ്റെ ഭാര്യയിൽ നിന്ന്, തൻ്റെ മക്കളിൽ നിന്ന് ഓടിയകലുന്ന ഒരു ദിവസം വരാനുണ്ട്. കണ്ടോ? ഇവിടെ നമ്മൾ തൻ്റെ മക്കൾക്കും കുടുംബക്കാർക്കും എന്ത് അപകടം സംഭവിച്ചാലും തങ്ങളുടെ ശരീരം നോക്കാതെ ഓടിച്ചെന്ന് രക്ഷപ്പെടുത്തുന്ന ഈ ആളുകൾ തങ്ങളുടെ സ്വന്തക്കാരെ കാണുമ്പോൾ ഓടിയകലുന്നു. എന്താ കാരണം എന്നറിയോ? അന്ന് ഓരോരുത്തർക്കും അവനവൻ്റെ പ്രശ്നം തന്നെ ഉണ്ട്. ഒരാൾക്കും ഒരാളെ നോക്കാൻ സമയമില്ല. അങ്ങനെ ഒരു ദിവസം വരാണ്ട് സഹോദരന്മാരെ. ഈ വെയിൽ ചൂട് സഹിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട അതാണ്. ഇതിൻ്റെ 69 ഇരട്ടി ചൂടുള്ള ഒരു നരകത്തീയുടെ മുന്നിലേക്ക് നമ്മളും നമ്മുടെ കുട്ടികളും ഭാര്യയും നമ്മുടെ മാതാപിതാക്കളൊക്കെ, അല്ലെങ്കിൽ കുട്ടികൾ നരകത്തിലും മാതാപിതാക്കൾ സ്വർഗത്തിലും, മാതാപിതാക്കൾ നരകത്തിലും കുട്ടികൾ സ്വർഗത്തിലുമായി പോകുന്നൊരവസ്ഥ ആലോചിച്ച് നോക്ക്. സഹിക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ ഒന്നുകൂടി കടന്നു പറഞ്ഞു, കണ്ടാൽ
കണ്ടാൽ ഓടിപ്പോകുന്നു എന്ന് മാത്രമല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മആരിജിൽ 6-ാമത്തെ വചനം, ഇന്നഹും യറൗനഹു ബഈദാ, അവർ പരലോകത്തെ വളരെ വിദൂരമായി കാണുന്നു. വനറാഹു ഖരീബ, അല്ലാഹ് പറയാണ് നാം അത് വളരെ അടുത്താണ്. നമുക്ക് തോന്നാണ് പരലോകല്ലേ, വരുമ്പോഴല്ലേ അപ്പം കാണാം എന്ന് വിദൂരമായി കാണുന്നു. പക്ഷെ അല്ലാഹ് പറയാണ് വനറാഹു ഖരീബ, നാം അതിനെ അടുത്ത് കാണുന്നു. യൗമ തകൂനു സ്സമാഉ കൽ മുഹൽ, ആകാശം പോലും എണ്ണച്ചണ്ടിയെ പോലെ, എണ്ണ തിളച്ച ആ എണ്ണയിലുള്ള വസ്തു ഒരു ചണ്ടിയാകുന്നത് പോലെ ആകാശം ചുവന്നു തുടുക്കും. തകൂനുൽ ജിബാലു കല്ലിഹ്ന്, പർവ്വതങ്ങളെ അത് പഞ്ഞികളെപ്പോലെ ഓടിപ്പോകുന്ന ഒരു ദിവസം. വലാ യുസ്അലു ഹമീമുൻ ഹമീമ, ഒരു കൂട്ടുകാരനും മറ്റൊരു കൂട്ടുകാരനെ ചോദിക്കൂല. ഇപ്പം ചങ്കുകളാണല്ലോ, ചങ്ക് ബ്രദേഴ്സാണല്ലോ, പരസ്പരം ജീവൻ കൊടുക്കാൻ തയ്യാറാണല്ലോ, അന്വേഷിക്കുക പോലുമില്ല. അന്നും അവർ പരസ്പരം കാണുകയാണ്, എല്ലാവരും കാണുകയാണ്. എന്നോ മരിച്ചു പോയവർ, എൻ്റെ പ്രിയപ്പെട്ടവർ, ഉറ്റവർ. എന്നിട്ടോ എന്താ സംഭവിക്കുന്നത്? യവദ്ദുൽ മുജ്രിമു, കുറ്റവാളികളായ ആളുകൾ ആഗ്രഹിച്ചു പോകുന്നു. ലൗ യഫ്തദി മിൻ അദാബി യൗമഹിദിൻ, അന്നത്തെ ശിക്ഷയിൽ നിന്നെങ്ങാനും രക്ഷപ്പെടാൻ പകരം കൊടുത്തെങ്കിലും രക്ഷപ്പെടട്ടെ. ആരെയാണ് പകരം കൊടുക്കുന്നത്? ബിബനി, തൻ്റെ മക്കളെ, വസാഹിബത്തിഹി, തൻ്റെ ഭാര്യയെ, അതേപോലെ തന്നെ അഖീഹി, തൻ്റെ സഹോദരനെ, ഫസീലത്തിഹില്ലത്തി തുവീഹി, നമ്മൾ ആശ്വാസം കൊള്ളുന്ന നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളെ, വമൻ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ള എല്ലാവരെയും പകരം കൊടുത്ത് രക്ഷപ്പെടുത്തണം. സുമ്മ യുൻജീഹി, എന്നിട്ട് രക്ഷപ്പെടാൻ നോക്കും മനുഷ്യൻ. അല്ലേ പറഞ്ഞത്, നമ്മൾ നമ്മുടെ മക്കളെ കൊടുത്തിട്ടെങ്കിലും നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന, മക്കൾക്ക് വേണ്ടി ബസ് കയറി മരണപ്പെട്ട, തീപ്പൊള്ളലേറ്റ് സ്വയം തീ ഏറ്റുവാങ്ങിയ മാതാപിതാക്കൾ മക്കളെ പകരം കൊടുത്തിട്ടെങ്കിലും രക്ഷപ്പെടാൻ നോക്കുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് മആരിജ്. എന്തായിരുന്നു സഹോദരന്മാരെ ആ ദിവസത്തിൻ്റെ ഗൗരവം? അതുകൊണ്ട് ഞാൻ നേരത്തെ ഓതി വെച്ച യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ, കുടുംബക്കാരെയും നിങ്ങളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. സഹോദരന്മാരെ, അതാണ് നരകം. അങ്ങനെ ഒരു നരകം വരാനുണ്ട്, ഒരു ദിവസം വരാനുണ്ട്. സൂക്ഷിക്കുക. പരമാവധി നമ്മൾ നേടിയെടുത്ത തഖ്വകൾ, നേടിയെടുത്ത സൽസ്വഭാവങ്ങളൊക്കെ തുടർത്തുക. പരലോകത്ത് രക്ഷപ്പെടണം. നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, നമ്മുടെ കുടുംബങ്ങളും രക്ഷപ്പെടണം, എല്ലാവരും രക്ഷപ്പെടണം, സത്യവിശ്വാസികളൊക്കെ രക്ഷപ്പെടണം. ഒരു സെക്കൻഡ് സമയം പോലും സഹിക്കാൻ കഴിയാത്ത നരകച്ചൂട്, ആ നരകത്തിൻ്റെ തീയിൽ നിന്നും എല്ലാവരും രക്ഷപ്പെടണം. അതിനായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ, അതിനായിരിക്കണം നമ്മുടെ സൽക്കർമ്മങ്ങൾ, അതിന് തഖ്വ നിലനിർത്തുക. സഹോദരന്മാരെ, ഈ ഒരു സന്ദേശമാണ്. ഈ അടുത്ത റമദാൻ വരെയെങ്കിലും പോരാ, മരണം വരെ നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമീകരണം വരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ സത്യവിശ്വാസികൾ ഉൾപ്പെടുത്തി മരിക്കാനുള്ള തൗഫീക്ക് നൽകി നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്, ഫയാ ഇബാദല്ലാഹ് ഫത്തഖുല്ലാഹ്. സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണം, അവൻ്റെ കൽപ്പനകൾ കൃത്യമായി പാലിക്കണം എന്നുണർത്തുകയാണ്. ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ വിമർശിക്കാൻ വേണ്ടി ഇങ്ങനെ തക്ക നോക്കി നടക്കുന്ന, പല പേരിൽ അറിയപ്പെടുന്നു, എക്സ് മുസ്ലിംസുകൾ, ഫ്രീ തിങ്കേഴ്സ്, യുക്തിവാദികൾ, അതേപോലെ തന്നെ മുസ്ലിം പേരുള്ള പല ആളുകൾ, എന്ത് കണ്ടാലും വിമർശിക്കാൻ വേണ്ടി നടക്കുന്ന ഒരാളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ അവരെ മനസ്സിലേക്ക് ചെല്ലേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ക്രിസ്തുമസ്. അതേപോലെ ഓണം, മൊത്തത്തിൽ എല്ലാവരും ആഘോഷിക്കുന്നു. ഈ ഓണം ആഘോഷം കഴിഞ്ഞാലും ക്രിസ്തുമസ് ആഘോഷം കഴിഞ്ഞാലും 2 ദിവസത്തിൻ്റെ ഉള്ളിൽ പത്രത്തിലൊരു റിപ്പോർട്ട് വരും. ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താണെന്നറിയാം?
കഴിഞ്ഞ ഉത്സവത്തിൽ, ആഘോഷത്തിൽ കേരളത്തിലെ ജനങ്ങൾ കുടിച്ച മദ്യത്തിൻ്റെ കണക്ക് വരാറുണ്ട്. 300 കോടി, 695 കോടിയൊക്കെ 2-3 കൊല്ലത്തെ കണക്ക് വരാറുണ്ട്. ഇത് ബീവറേജിലെ ഗവൺമെൻറ് കണക്കാണ്. എന്ന് പറഞ്ഞാൽ റെസീറ്റ്, ബില്ല് വെച്ച് വിറ്റ കള്ളിൻ്റെ കണക്ക്. അതില്ലാത്തത് വേറെ ഉണ്ടാവും. എത്ര 290ഉം 600ഉം ഒക്കെ കോടി രൂപയുടെ മദ്യം വിറ്റ് കുടിച്ച് കളഞ്ഞ കേരളത്തിലെ ഉത്സവങ്ങളുടെ, മതത്തിൻ്റെ പേരിലുള്ള ഉത്സവങ്ങൾ, അതിൻ്റെ ഇടയിൽ ആരും കാണാതെ പോയ ഒരു ന്യൂസ് ഉണ്ടായി. ശ്രദ്ധിച്ചോന്നറിയില്ല. ഈദുൽ ഫിത്തർ കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഒരു കണക്കെടുപ്പ് നടത്തിയപ്പോണ്ട് 15,000 മെട്രിക് ടൺ അരി പെരുന്നാളിൻ്റെ തലേ ദിവസം വിതരണം ചെയ്തു. 15,000 മെട്രിക് ടൺ. ഒരു മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോ ആണല്ലോ. ഒന്ന് കൂട്ടിയൊക്കെ നിങ്ങൾ, കോടിക്കണക്കിന് 15 കോടിയോളം കിലോ അരി പെരുന്നാളിൻ്റെ തലേ ദിവസം വിതരണം ചെയ്തു. ആരും ശ്രദ്ധിച്ചില്ല, പത്രത്തിലൊന്നും വന്നില്ല. അതാണ് ഇസ്ലാമിലെ ആരാധനയും മറ്റു ആരാധനകളും തമ്മിലുള്ള, മറ്റു ആഘോഷവും തമ്മിലുള്ള വ്യത്യാസം. ഇസ്ലാമിലെ ആഘോഷമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഇസ്ലാമിലെ ആഘോഷമാണ്. ഇനി ബലി പെരുന്നാൾ വരുന്ന നമുക്ക് അതേപോലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലേക്ക് മാംസം എത്തും. എന്നാൽ കോടിക്കണക്കിന് രൂപയുടെ മദ്യം കുടിച്ച് അത് ചെലവഴിച്ച് അത് ധൂർത്ത എന്നും പറയാതെ, ഗവൺമെൻറ് പോലും അതിനെക്കുറിച്ച് പറയില്ല. കാരണം ഗവൺമെൻറ് അതിന് വരുമാനം ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ നമ്മൾ കാണണം. ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ, മതത്തെ വിമർശിക്കുന്ന ആളുകൾ, എന്തിന് ഇപ്പോൾ കഴിഞ്ഞ നോമ്പിനെ വരെ വിമർശിച്ച ഫ്രീ തിങ്കേഴ്സ് ഉണ്ടായിട്ടില്ലേ? നോമ്പ് എന്ന് പറഞ്ഞാൽ അത് ഒരു പകല് ഉച്ചഭക്ഷണം മാത്രം ഒഴിവാക്കി എന്നല്ലാതെ രാത്രി ഇങ്ങനെ കുറേ തിന്നുക, പകല് കുറച്ച് നേരം പട്ടിണി കിടുക എന്നല്ലാതെ എന്താ അപ്പം അതിലൊരു പ്രത്യേകത ഉള്ളത് എന്നൊക്കെ വിമർശിക്കുന്ന ആളുകളുണ്ട്, ഉണ്ടായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാം, അത് ചർച്ച വന്നിട്ടുണ്ട്. അവരൊന്നും ഇങ്ങനെയുള്ളത് കാണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാമിനെ വിമർശിക്കുന്ന രംഗത്തൊക്കെ 4 കണ്ണും തുറന്നു നിൽക്കുന്ന വിമർശകരുടെ ഇടയിൽ പ്രചരിപ്പിക്കപ്പെടേണ്ട വാർത്തയാണിത്. കോടിക്കണക്കിന് കുടുംബങ്ങളിലേക്ക് അരിയെത്തി എന്നുള്ളത്. അതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത. ഇസ്ലാമിൻ്റെ സാഹോദര്യം, ഇസ്ലാമിൻ്റെ കാരുണ്യം, ഇസ്ലാമിൻ്റെ മറ്റുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതൊന്നും ഒരു ഗവൺമെൻറ്റിൻ്റെയോ ഒരു സർട്ടിഫിക്കറ്റിൻ്റെയോ ആവശ്യത്തിന് വേണ്ടിയല്ല, ഒരാളുടെ അംഗീകാരം കിട്ടാൻ വേണ്ടിയല്ല. പടച്ച തമ്പുരാൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, ധാരാളം സൽക്കർമ്മങ്ങളിൽ ഒന്ന് മാത്രമാണത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഇസ്ലാം എന്നുള്ളത്. വെറുതെ ആളുകളെ വിമർശിക്കുമ്പോൾ ആ വിമർശത്തിൻ്റെ കൂടെ നമ്മളും പോകരുത്, നമ്മുടെ മക്കളതിൽ പെട്ടു പോകരുത്. പ്രത്യേകിച്ച് യുവതലമുറ ലിബറലിസവും അതുപോലുള്ളതൊക്കെ നമ്മുടെ വീടുകളിലേക്ക് ഇങ്ങനെ അരിച്ചരിച്ചരിച്ചു കൊണ്ട് കയറി വരികയാണ്. നമ്മളറിഞ്ഞില്ല. കൊറോണ വന്നപ്പോൾ നമ്മളൊക്കെ ആശ്വസിച്ചു, അത് ചൈനയിലല്ലേ വന്നത് എന്ന് ഒക്കെ ആശ്വസിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ വന്നു, ഗൾഫിൽ നിന്ന് വന്ന ആളുകളിൽ നിന്ന് ആർക്കൊക്കെ വന്നിട്ടുണ്ട്, കൊറോണ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ക്വാറൻറ്റൈനിലിരുന്നു. 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു. കേരളത്തിൽ കുറച്ച് കൂടി, കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജില്ലയിലെത്തി, കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെത്തി, നമ്മുടെ വീട്ടിലെത്തി. ചൈനയിലല്ലേ എന്ന് വിശ്വസിച്ചൊരു സാധനം നമ്മുടെ വീട്ടിലെത്തി. 15 ലക്ഷം ആളെ കൊണ്ടുപോയി. 15 ലക്ഷം ആളെ കൊറോണ കൊണ്ടുപോയി. സഹോദരന്മാരെ, അതിനേക്കാൾ വലിയ ഒരു അപകടമാണ് ലിബറലിസം നമ്മുടെ വീടുകളിലേക്ക് അരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മക്കളിലൂടെ നിരീശ്വരത്വം, മതനിരാസം, മതത്തിൻ്റെ കാര്യങ്ങളെ പരിഹസിക്കൽ, പുച്ഛമായി കാണൽ, മതപരമായ ഒരു വിഷയം പറഞ്ഞാൽ അത് 6-ാം നൂറ്റാണ്ടിലുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കൽ, സോഷ്യൽ മീഡിയയിലൂടെ. നമ്മുടെയൊക്കെ വീടുകളിൽ 10 ആളുണ്ടെങ്കിൽ 11 ഫോണുണ്ടല്ലോ, ആൻഡ്രോയിഡ് ഫോണ്. ആ ഫോണിലൂടെയൊക്കെ അരിച്ചു കയറുകയാണ് ലിബറലിസം. കുടുംബബന്ധം തകർക്കൽ. പെണ്ണ് ചോദിക്കുകയാണ്, പെൺകുട്ടികൾ ചോദിക്കുകയാണ്, ഞങ്ങളുടെ ശരീരം ഞങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്തുകൂടെ, നിങ്ങളാരാ അത് ചോദിക്കാൻ? ക്യാമ്പസുകളിലെ ചുമരെഴുത്തുകളിൽ കാണുകയാണ്. അതാണ് ലിബറലിസം, സ്വതന്ത്രവാദം. എന്തു ആവാം, എന്നാരും പഠിപ്പിക്കണ്ട, എന്നാരും ഉപദേശിക്കണ്ട, നിങ്ങളാരാ ഉപദേശിക്കാൻ?
എന്ന രീതിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ പുതിയ തലമുറ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എല്ലാവിധ മാധ്യമങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതിനനുകൂലമാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം മക്കളെ. നേരത്തെ പറഞ്ഞ ആയത്ത് ഒന്നുകൂടി പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നരകത്തിൽ നിന്ന് രക്ഷിക്കണം, സൂക്ഷിക്കണം. 4 കണ്ണോടുകൂടി സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും നമ്മുടെ കുടുംബങ്ങളെയും കുട്ടികളെയും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ അസുഖങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ വേണ്ടപ്പെട്ട മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ, നമ്മുടെ ഗുരുനാഥന്മാർ നമ്മോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. ആസ്പത്രികളിലൂടെ പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പിലൂടെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് അറിയാതെ ഉള്ളിലേക്ക് ഭക്ഷണം കടത്തിവിടുന്ന ഒരുപാട് രോഗികളുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും ആശ്വാസം നൽകണേ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന മുസ്ലിമായി എന്ന പേരിൽ, മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചു എന്നതിൻ്റെ പേരിൽ ഒറ്റ കാരണത്താൽ കഷ്ടപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന, ബലാത്സംഗം ചെയ്യപ്പെടുന്ന, കൈകാലുകൾ നഷ്ടപ്പെടുന്ന, കണ്ണ് നഷ്ടപ്പെടുന്ന, കാത് നഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് 10,000 പിഞ്ചു ബാലന്മാരും ബാലികമാരും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഫലസ്തീനിലെ മണ്ണിലൊക്കെ മുസ്ലിം പീഡനം നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, അവരെ സഹായിക്കണമേ, അവർക്ക് ആശ്വാസം നൽകണമേ, മുസ്ലിങ്ങളുടെ ശത്രുക്കളെ നശിപ്പിക്കണമേ. മുസ്ലിങ്ങൾക്കെതിരെ ഗൂഢതന്ത്രം നയിക്കുന്ന ആരൊക്കെയുണ്ടോ, ഏതൊക്കെ ഭരണാധികാരികളുണ്ടോ, ഏതൊക്കെ രാജ്യങ്ങളുണ്ടോ, അവരൊക്കെ നശിപ്പിക്കണേ അല്ലാഹുവേ. ربنا تقبل منا إنك أنت السميع العليم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.